ഇന്ന് പോപ്കോൺ ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത്രയും കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഇത്രയും എളുപ്പമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആദ്യമൊന്നും. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കോൺ ഇട്ട് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഓരോന്നായിട്ട് പൊട്ടിത്തുടങ്ങും. ആ സമയത്താണ് നമ്മളിതൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടി തീരുന്നത് വരെ നമുക്ക് അടച്ചിട്ട് തന്നെ വെക്കണം. അപ്പോൾ പോപ്കോൺ അതിൽ സെറ്റായിട്ട് വന്നോളും. അങ്ങനെ ഇത് പൊട്ടിയിട്ട് പാത്രം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തണുക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മോന് കൊടുത്തിട്ട് അവന് ഇഷ്ടമായി നോക്കി നോക്കാം. അവൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ടെന്ന്.